അതിൻ്റെ ഒന്നാമത്തെ പങ്ക് ശബരിനാഥിനുള്ളതാണ്. ആ ശബരിനാഥിനെ വെറും ഒരു കൗൺസിലറായിട്ട് നിങ്ങൾ പാർട്ടി നേതൃത്വം ഒതുക്കരുത്. അദ്ദേഹവുമായി ആലോചിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൂടെ ചോദിച്ചു. അദ്ദേഹം ഇപ്പോൾ സിറ്റി കോർപ്പറേഷനിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹം താമസിക്കുന്നത് സിറ്റിയിലാണ്. അദ്ദേഹത്തിനും കൂടെ യോജിച്ച ജനങ്ങൾ ആഗ്രഹിക്കുന്ന മണ്ഡലത്തിൽ ജനങ്ങൾ പ്രവർത്തകർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മണ്ഡലം അദ്ദേഹത്തിന് നേതൃത്വം നൽകണം. അതോടൊപ്പം തന്നെ ഓരോ സുഹൃത്തുക്കളെ, ഞാൻ ചാലനാസൻ സമാഗതമായിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഒരുപക്ഷെ ഐക്യജനാധിപത്യ മുന്നണിക്ക് പരമാവധി മറ്റ് ജില്ലകളിൽ നിന്ന് കിട്ടുന്നതിന് ആനുപാതികമായി പരമാവധി സീറ്റുകൾ പിടിക്കുവാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകരും തിരുവനന്തപുരം ജില്ലയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ള പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നവർക്കുമൊക്കെ അറിയാവുന്നത്. അതിന് തക്കെയുള്ള സ്ഥാനാർത്ഥികളെ ഓരോ നിയോജകമണ്ഡലത്തിലും ഇട്ടാൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ പറ്റൂ. ഇവിടെ ഒരു ത്രികോണ മത്സരമാണ്. അത്തരം സ്ഥാനാർത്ഥികളെന്ന് പറയുമ്പോൾ അതിന് പറ്റിയ ആദ്യത്തെ സ്ഥാനാർത്ഥി ശ്രീ കെ മുരളീധരനാണ്. ശ്രീ കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞതായിട്ട് വാർത്തകളിൽ അറിയുന്നു. ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശവും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീ ശബരിനാഥ് മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുവാൻ സമ്മതിക്കുകയും ഒരുപക്ഷെ കോൺഗ്രസ് അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി ഒരു വോട്ടിന് ജയിച്ച, ഫലത്തിൽ തോറ്റു എന്ന് തന്നെ പറയാവുന്നുള്ള സീറ്റിൽ മത്സരിക്കുവാൻ തയ്യാറാവുകയും ചെയ്തത് സിറ്റിയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടായ ഉണർവ് ചെറുതൊന്നുമല്ല. ഒരുപക്ഷെ തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷനിൽ 10 സീറ്റിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് 10 സീറ്റ് എന്നുള്ളത് 5 ആവുമോ 8 ആവുമോ എന്ന് ശങ്കിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ ഇത്തരമൊരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തത് ചാർജ് കൊടുക്കുവാനും അതോടൊപ്പം തന്നെ മുന്നിൽ നിന്ന് നയിക്കുവാൻ ശബരിയോട് പറയുകയും പലരോട് പറഞ്ഞിട്ടുണ്ട്, ആരും മുന്നിൽ നിന്ന് നയിക്കുവാൻ തയ്യാറായിട്ടില്ല. ഹൈക്കമാൻഡ് പറയുന്നത് പരസ്യമായിട്ടൊന്നുമല്ലല്ലോ, പലരും തരത്തില്ല. അത് നിയമത്ത് മത്സരിക്കുന്ന കാര്യത്തിലായിരുന്നാലും ശരി, ഈ കോർപ്പറേഷൻ മത്സരിക്കുന്ന കാര്യത്തിലായിരുന്നാലും ശരി, ഇത്രയും ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരൻ